വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 19-ാം വാക്യം ആസ്പദമാക്കിയാണ് അല്പനേരം ധ്യാനം നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഏത് വാക്യം ധ്യാനത്തിനായിട്ട് എടുത്താലും ആ സുവിശേഷം മൊത്തമായി പഠിച്ച് ആ അധ്യായത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ധ്യാന വിഷയത്തിലേക്ക് നമ്മൾ കടക്കാൻ പാടുള്ളൂ. അങ്ങനെ ഈ വാക്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ മുഴുവനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതിനുള്ള ഒരു പഠനം നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ 12-ാമത്തെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ പഠിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ഒരു വാക്യത്തെ മാത്രം ആസ്പദമാക്കി ധ്യാനം നയിക്കുമ്പോൾ അതിന് ചുറ്റുപാടുമുള്ള ആ അധ്യായത്തിലെ പരിസരങ്ങൾ കൂടെ വീക്ഷിച്ചുകൊണ്ട് ഈ വാക്യത്തെ പഠിക്കുവാനായിട്ട് നമുക്കിടയാകണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം വേദപുസ്തകമുള്ളവർ എടുത്ത് ഈ ധ്യാനത്തിൻ്റെ കൂടെ പറയുന്ന വാക്യങ്ങൾ കൂടെ വായിക്കുകയാണെങ്കിൽ ഏറെ അനുഗ്രഹപ്രദമായിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിൽ പ്രധാനമായിട്ട് ബെഥാനിയിലെ ഭവനത്തിൽ നടക്കുന്ന തൈലാഭിഷേകത്തെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നത്. രണ്ടാമതായിട്ട് യെരുശലേമിലേക്കുള്ള ജൈത്രയാത്രയെക്കുറിച്ചാണ് പിന്നീടുള്ള വാക്യങ്ങളിൽ പറയുന്നത്. പിന്നീട് വരുന്നതാണ് മനുഷ്യപുത്രൻ്റെ മഹുദ്ധീകരണത്തെക്കുറിച്ചാണ് ആ അധ്യായത്തിൽ പ്രധാനമായിട്ട് രേഖപ്പെടുത്തുന്നത്. ഇതാണ് ഈ അധ്യായത്തിലെ വളരെ സുപ്രധാനമായ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഓശാന പെരുന്നാളിൽ വിശുദ്ധ കുർബാനയിൽ വായിക്കുന്ന വേദഭാഗവും ഇത് തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഓശാന പെരുന്നാളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഏവങ്കേലിയൻ ചിന്തകൾക്കായിട്ട് പിതാക്കന്മാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വേദഭാഗം ഇപ്രകാരമാണ്: ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ജെറുസലേമിലേക്കുള്ള ആ ജൈത്രയാത്രയിൽ ഓശാന എന്ന് വിളിച്ചുകൊണ്ട് ധാരാളം ആളുകൾ അവൻ്റെ ചുറ്റിനും അവനെ എതിരേൽക്കുവാനായിട്ട് വരുന്ന സന്ദർഭമാണ് ഈ വാക്യത്തിന് തൊട്ടു മുമ്പ് വിവരിച്ചിരിക്കുന്നത്. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ 19-ാം വാക്യത്തിനോട് ചേർന്ന് 17-ഉം 18-ഉം വാക്യം കൂടെ വായിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിന് അർത്ഥമുണ്ടാകുന്നത്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: അവൻ ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു. അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റ് ചെന്നു. അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം ഇത് കേട്ടിട്ട് അവനെ എതിരേറ്റ് ചെന്നു. അത് കണ്ടിട്ടാണ് പരീശന്മാർ തമ്മിൽ പറയുന്നത്, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. സത്യത്തിൽ എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണ് ക്രിസ്തുവിൻ്റെ പിന്നാലെ ഈ ലോകം മുഴുവനും സഞ്ചരിക്കുന്നതെന്ന് പറയുന്നത്. എത്ര മനോഹരമായ ഒരു കാര്യമാണ്. നമ്മൾ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചില നോവലുകൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലൊരു ചിത്രം തെളിഞ്ഞു വരും. വായിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ചിത്രം തെളിഞ്ഞു വരും. അങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന മനോഹരമായ ചിത്രമാണ് ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. എന്ത് മനോഹരമായ കാഴ്ചയാണ്! ക്രിസ്തുവിൻ്റെ പിന്നാലെ ഈ ലോകം മുഴുവനും സഞ്ചരിക്കുന്നത്. പക്ഷേ എന്ത് കണ്ടിട്ടാണ് ക്രിസ്തുവിൻ്റെ പിന്നാലെ നാം എല്ലാവരും സഞ്ചരിക്കുന്നത്? അവൻ്റെ അത്ഭുതം കണ്ടിട്ടാണ് ഭൂരിഭാഗം ആളുകളും ആരുടെ പിന്നാലെ സഞ്ചരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ പിന്നാലെ സഞ്ചരിച്ചത്. ഈ അധ്യായം വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകും, ഇവർക്ക് അല്പം പോലും വിശ്വാസമില്ലല്ലോ എന്ന് പറയുന്ന വേദഭാഗം കൂടെ ഈ അധ്യായത്തിൽ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്ത് കണ്ടിട്ടായിരിക്കണം, എന്ത് കൈവരിച്ചതിന് ശേഷമായിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ സഞ്ചരിക്കേണ്ടത്? ഈ 2 കാര്യങ്ങളാണ് ഇന്ന് അല്പസമയം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്ത് 2 കാര്യങ്ങൾ നമ്മൾ കൈവരിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ക്രിസ്തുവിൻ്റെ പിന്നാലെ സഞ്ചരിക്കേണ്ടത്? ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ദൈവവചനത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. ദൈവവചനത്തിൽ വിശ്വാസം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ യേശുവിൻ്റെ പിന്നാലെ ജൈത്രയാത്ര ചെയ്യുവാനായിട്ട് ആരംഭിക്കാൻ പാടുള്ളൂ.
എൻ്റെ മുന്നിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഈ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത നിൽക്കുന്നത് എന്ത് കണ്ടിട്ടാണെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് അനിവാര്യമാണ്. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ പ്രിയമുള്ളവരെ നമ്മൾ ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നേടുവാൻ തക്കവണ്ണമാണോ പ്രിയമുള്ളവരെ നമ്മൾ ഈ ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ദൈവവചനത്തിൽ വിശ്വസിച്ചാൽ നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുമെന്നാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. ദൈവവചനത്തെ വിശ്വസിച്ചാൽ നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. ദൈവവചനത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകത്തിൽ നിറഞ്ഞിരിക്കുന്ന എല്ലാ വചനത്തെയും, അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതേപടി നിവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഇടയാകണമെന്ന് കൂടെ ഇവിടെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചുറ്റിനുമുള്ള മനുഷ്യർ, നമ്മുടെ ഈ വർത്തമാന കാലത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും എൻ്റേതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ടാണ് ഇഷ്ടം. അപ്രധാനമായ ചില കാര്യങ്ങൾക്ക് വളരെയേറെ മൂല്യം നൽകുന്ന ആളുകളാണ് നമുക്ക് ചുറ്റിനുമുള്ളത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം, എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണം, എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടണം. ഇതാണ് സത്യത്തിൽ നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. ഇന്ന് സത്യത്തിൽ അതൊരു ട്രേഡ് മാർക്കായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചാൽ പറയും, എനിക്ക് എൻ്റേതായിട്ടുള്ള ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടെന്ന് പറയും. അതായത് എനിക്ക് ഈ രാജ്യത്ത് പോകണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി വേണം, എല്ലാം എനിക്ക് എനിക്ക് എനിക്ക്. പക്ഷെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്പസമയം മാറ്റിവെക്കുവാനായിട്ട് തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. നാം നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ തൻ്റെ ജീവിതത്തിൽ ശിരസ വഹിച്ച് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തെയാണ് നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നാം മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ കൂടെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവിടെ ജീവിത പരിസരങ്ങളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. നാം നമ്മിൽ തന്നെ ജീവിത സൗഭാഗ്യങ്ങൾ നേടിക്കൊണ്ട് നമുക്ക് മാത്രം ജീവിത അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് മാത്രം ജീവിക്കുവാനായിട്ടാണ് നമ്മൾ തയ്യാറാകുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാതയിൽ നടക്കുന്നതിൽ അർത്ഥമില്ലാതായി പോകുമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ സ്വകാര്യമായി സന്തോഷിക്കാനായിട്ടാണ്, സന്തോഷം സ്വകാര്യമായിട്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് കൂടുതലുള്ളവർ. നമുക്ക് സ്വന്തമായിട്ട് അനുഗ്രഹങ്ങൾ കിട്ടണം, സ്വന്തമായിട്ട് സമ്പാദ്യമുണ്ടാകണം, സ്വന്തമായിട്ട് അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റിനുമുള്ളവർ. പക്ഷെ പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും ധാരാളം ആളുകൾ വ്യസനത്തിൽ ഇരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വ്യസനത്തിൽ ഇരിക്കുന്നവരെ നമ്മുടെ കൈ നീട്ടി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം നമുക്കിടയാകുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ യേശുവിൻ്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ മഹത്വത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കാണുകയും നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കാണുകയും നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നൽകിയ ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ മിനക്കെടേണ്ടത്. നമുക്ക് നൽകിയ ആ വലിയ സ്നേഹത്തെ പങ്കിട്ടുകൊണ്ട് മനുഷ്യജന്മങ്ങൾക്ക് നൽകുവാനായിട്ടാണ് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെ കൊണ്ട് പ്രയോജനകരമായി മാറ്റേണ്ടത്. എങ്കിൽ മാത്രമേ ജീവിതം അർത്ഥപൂർണ്ണമുള്ളതായി മാറുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവവചനത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടെ നമ്മൾ വിസ്മരിച്ചു പോകരുത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ദൈവവചനത്തെ അനുസരിക്കുവാനായിട്ട് സാധിക്കുന്നത്? നമുക്കെങ്ങനെ നമ്മുടെ ദൈവവചനത്തെ അനുസരിക്കുവാനായിട്ട് സാധിക്കും? നമ്മുടെ ദിനം പ്രതിയുള്ള ജീവിതത്തിൽ, ദിനം പ്രതിയുള്ള നമ്മുടെ ആത്മീയ ശുശ്രൂഷയിൽ എത്രമാത്രം ആത്മീയ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടും ആ ആത്മീയ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു തരി പോലും ദൈവീകരണത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് പരമമായ സത്യമാണ്. ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. അതിന് ദൈവവചനം മാത്രമേ നമുക്ക് ബലപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവവചനത്തിൻ്റെ അനുഗ്രഹമില്ലാതെ, ദൈവവചനം പഠിക്കുന്നതല്ലാതെ
ദൈവവചനത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് ദൈവീകരണത്തിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനെ മുറുകെ പിടിച്ചുകൊണ്ടുമായിരിക്കണം നമുക്ക് ദൈവിക ശുശ്രൂഷ ഏറെ അനുഗ്രഹപ്രദമായി തീർക്കുവാൻ തക്കവണ്ണം. അങ്ങനെ ദൈവവചനത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടുകൂടെ യഹോവയെയും ദൈവത്തെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ആ സ്നേഹത്തെ തിരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിടുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നമുക്കിടയാകണം. എത്രമാത്രം സ്നേഹം ആ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് എത്രയോ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, എത്രയോ പ്രതികൂലതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും നാം വിളിച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ആ പ്രയാസങ്ങളൊക്കെ തുടച്ചു നീക്കിയ വലിയൊരു സ്നേഹം നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നാം പ്രാർത്ഥിക്കുന്നതിന് മാത്രമല്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. പ്രാർത്ഥിക്കാതെ തന്നെ നമ്മുടെ ജീവിത നിഷ്ഠകളെ, നമ്മുടെ ജീവിത വഴികളെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതെല്ലാം പഠിക്കുന്നത് നമ്മൾ ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനം പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണമെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കണം. ഈ ദൈവവചനം പഠിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ദൈവവചനം പഠിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ആത്മീയമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ ദൈവവചനത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ദൈവവചനത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ദിവസമുള്ള പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ദൈവമേ എനിക്ക് നിത്യജീവൻ തരണമേ എന്ന് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളായാലും നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിലായാലും നമ്മുടെ പ്രാർത്ഥനയിൽ ഏതെങ്കിലും കോണുകളിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ദൈവമേ എനിക്ക് നിത്യജീവൻ തരണമേ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കൂടുതൽ ആളുകളും ഇല്ല എന്നായിരിക്കും ഉത്തരം പറയുന്നത്. നിത്യജീവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നമുക്കിടയാകണം. ആ നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം? ദൈവവചനത്തിലൂടെ നിന്നത് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ക്രിസ്തുവിനെ അറിയുമ്പോൾ എന്ത് നമുക്ക് ലഭിക്കും? നിത്യജീവനെ നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണല്ലോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് എന്തുണ്ട്? നിത്യജീവനുണ്ട്. നമ്മുടെ വിശ്വാസം ഇന്ന് സത്യം പറഞ്ഞ ഒരു തുലാസിലാണ്. നമുക്ക് എവിടെ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നോ അവിടേക്ക് പോവും ആര്? നമ്മളെല്ലാവരും. എവിടെ നിന്ന് പെട്ടെന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നോ അവിടേക്കായിരിക്കും ആദ്യം നമ്മൾ പോകുന്നത്. നമ്മുടെ വിശ്വാസത്തെ തള്ളി പറഞ്ഞുകൊണ്ട് നാം പഠിച്ചു വന്ന ബാല്യം മുതൽ നാം കേട്ട് വളർന്ന വിശ്വാസത്തെ തള്ളി പറഞ്ഞുകൊണ്ട് നമ്മൾ കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം പ്രിയമുള്ളവരെ അത് അല്പകാലത്തെ മാത്രമായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്, ക്രിസ്തുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ആ നിത്യജീവൻ്റെ അംശികളാകുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. നിത്യജീവനെ പ്രാപിക്കുവാൻ തക്കവണ്ണം എത്ര അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വേണ്ടത് ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും പൂർണ്ണ മനസ്സോടുകൂടെയും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം. എന്തുകൊണ്ടോ ആ തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രയാസകരമായ ഒരനുഭവമാണ്. പൂർണ്ണ ഹൃദയത്തോടുകൂടെ, പൂർണ്ണ മനസ്സോടുകൂടെ, പൂർണ്ണ ഹൃദയത്തോടുകൂടെ ആരെ സ്നേഹിക്കുവാൻ നമുക്കിടയാകണം? ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ആ സ്നേഹത്തെ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് ആവിർഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ആദ്യമായി പറഞ്ഞത് ഇത് തന്നെയാണ്, ദൈവവചനത്തെ ഉറച്ചു വിശ്വസിക്കാൻ തക്കവണ്ണം ഇടയാകണം. വേദപുസ്തകത്തിൽ അങ്ങനെ എത്രയെത്ര നിയമങ്ങൾ, എത്രയെത്ര നല്ല പാഠങ്ങൾ, എത്ര നല്ല ഉപമകൾ നമ്മുടെ ജീവിത പരിസരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ജീവിത പരിസരങ്ങളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം, അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം എത്രമാത്രം കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ കൊണ്ടുവരുവാൻ സാധിച്ചാൽ നമുക്ക് ക്രിസ്തുവിനെ ദർശിക്കുവാനായിട്ട്, നിത്യജീവനെ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകുമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ, നമ്മുടെ ജീവിത യാത്രയിൽ നഷ്ടപ്പെടുത്തി കൊണ്ടുപോകാൻ നമുക്കിടയാകരുത്.
ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ കൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിത വഴികളിൽ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നമുക്ക് ഇടയാകരുത്. നമുക്ക് ധാരാളമായ ആത്മീയ ശുശ്രൂഷകൾ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് മുതൽ വിശുദ്ധ മാമോദീസ സ്വീകരിക്കുന്നത് മുതൽ എത്ര അനുഗ്രഹങ്ങൾ, എത്ര പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ അത് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് ആ വിശ്വാസത്തിൽ നിന്നും വ്യതിർതിലിച്ചുകൊണ്ട് വേറെ വിശ്വാസത്തിലേക്ക്, വേറെ അനുഗ്രഹങ്ങളിലേക്ക് പോകുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നമുക്കിടയാകരുത്. അത് തന്നെയാണല്ലോ പ്രത്യേകമായിട്ട് പറയുന്നത്. ദൈവവചനത്തിൽ ഉറച്ച് വിശ്വസിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം. ദൈവവചനത്തിൽ ഉറച്ച് വിശ്വസിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം. നമ്മുടെ ദിനംപ്രതിയുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ഇതും കൂടെ ഉൾപ്പെടുത്തണം. ദൈവമേ, ഞങ്ങൾക്ക് നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരും ഇടയാക്കണമെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നിത്യജീവൻ്റെ അംശികളാകാൻ തക്കവണ്ണമാണ് പ്രിയമുള്ളവരെ നമ്മളെ വേർതിരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ആ നിത്യജീവൻ്റെ അംശികളാകുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനകൾക്ക്, വിശുദ്ധ കുർബാനയ്ക്ക്, എല്ലാത്തിനും നമ്മുടെ ജീവിത അനുഗ്രഹങ്ങൾ നൽകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട്, ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ദൈവിക പരിപാലനത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ദൈവവചനത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമതായിട്ട് പറയുന്നത് ദൈവിക പരിപാലനത്തിൽ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ കഷ്ടപ്പാട് കൊണ്ടും എൻ്റെ സമ്പാദ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിതത്തിൽ ഇത്രമാത്രം വിജയിച്ചതെന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ സമ്പാദിച്ചത് കൊണ്ടും ഞാൻ ധാരാളമായി കഷ്ടപ്പെട്ടത് കൊണ്ടുമാണ് എൻ്റെ ജീവിതം ഇത്രമാത്രം അനുഗ്രഹമുള്ളതായി തീർന്നത് എന്ന് വിചാരിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, ആ ദൈവിക പരിപാലന നമ്മുടെ കൂടെ ചുറ്റുമുള്ളത് കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇത്രയും അനുഗ്രഹപ്രദമായി നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകുന്നത്. ആ ദൈവിക പരിപാലനത്തിൽ ഉറച്ചു വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവിക വഴിയിൽ കൂടുതൽ ശക്തിയോടുകൂടെ നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ മനോഹരമായ ഒരു കഥയുണ്ട്, വളരെ തമാശ നിറഞ്ഞൊരു കഥയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മച്ചിയെ കണ്ടപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. നമ്മുടെ അമ്മച്ചിയെ പോലെ ഇത്രയും പ്രായമുള്ള ഒരമ്മച്ചിയുടെ അടുത്തൊരു പുരോഹിതൻ വന്ന് ഒരു കാര്യം ചോദിച്ചു. അമ്മച്ചി സന്തോഷമാണോ എന്ന് ചോദിച്ചു. അപ്പം അമ്മച്ചി ആകെ 2 പല്ലേ ഉള്ളു വായിൽ, എന്നിട്ടും ധാരാളമായിട്ട് അങ്ങ് ചിരിച്ചു. എന്നാൽ അമ്മച്ചിമാരുടെ ചിരി കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലുള്ള അമ്മച്ചിമാർ ഈ പല്ലില്ലാതെ ചിരിക്കുന്ന കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ ഈ അച്ഛൻ ചോദിച്ചു, 2 പല്ലുള്ളെങ്കിലും എന്ത് മനോഹരമായ ചിരിയാണെന്ന് ഈ അച്ഛൻ തിരിച്ചു ചോദിച്ചു. അപ്പോൾ ഈ അമ്മച്ചി രസകരമായി മറുപടി തിരിച്ചു പറയുന്നുണ്ട്, ഇപ്പോൾ 2 പല്ലെങ്കിലും ഉണ്ടല്ലോ, ബാക്കിയെല്ലാം പോയെങ്കിലും ബാക്കി വായിൽ എത്ര പല്ലുണ്ട്? 2 എണ്ണമെങ്കിലും ഉണ്ടല്ലോ. തമാശ രൂപേണയാണെന്ന് പറഞ്ഞത്, പക്ഷേ ഇതിന് ധാരാളമായ ഒരു അർത്ഥമുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങൾ കൂടെ എൻ്റെ ജീവിതത്തിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അതാര് തന്നതാണ്? ദൈവം തന്നതാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒത്തിരി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ കുടുംബ ബന്ധത്തിൽ താളപ്പിഴകളുണ്ടാകും. എന്നിരുന്നാലും തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ വിസ്മരിക്കാൻ തക്കവണ്ണം ഇടയാകരുത്. പ്രിയമുള്ളവരെ, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പുള്ള നിങ്ങളുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി. അതിൽ നിന്നും എത്രമാത്രം അനുഗ്രഹങ്ങളാണ് പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. ഒരു 10 വർഷം മുമ്പേ നമ്മുടെ ചുറ്റിനുമുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിത പരിസരങ്ങളൊന്ന് വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ചില ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ടായിരിക്കും. രോഗത്തിൻ്റെ വേവലാതികൾപ്പെട്ട് ജീവിക്കുന്ന ചില മനുഷ്യരുണ്ടായിരിക്കും. പക്ഷേ അതിൽ നിന്ന് എത്രമാത്രം അനുഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ എനിക്ക് ഇന്ന് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രിയമുള്ളവരെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. ആ ദൈവം തന്ന അനുഗ്രഹങ്ങളെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ കണ്ണുനീര് ധാരാളമായിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വരും. അത് ദൈവം തന്ന അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ. ദൈവം തന്ന അനുഗ്രഹങ്ങളെ വിസ്മരിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകരുത്. ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിക്കുവാൻ തക്കവണ്ണം ഒരിക്കലും ഇടയാകരുത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എവിടെയാണ് നമ്മുടെ വിശ്വാസം ഇന്ന് എത്തി നിൽക്കുന്നത്? നമ്മുടെ ആത്മീയ അന്തരീക്ഷം ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ പെരുന്നാളുകളൊക്കെ വരുമ്പോൾ നമ്മുടെ ഇടവകയിൽ എല്ലാവരും എന്തിടും? സ്റ്റാറ്റസ് ഇടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാട്സപ്പിൽ എന്തിടും? സ്റ്റാറ്റസ് ഇടും.
ഈ സ്റ്റാറ്റസ് ഇടുന്നതിൻ്റെ പകുതി ഒരാത്മാർത്ഥത എവിടെ ഉണ്ടായിരിക്കത്തില്ല, ഈ ദൈവത്തെ വിളിക്കുന്നതിലുണ്ടായിരിക്കത്തില്ല. നിങ്ങൾ ചിന്തിച്ചാൽ മതി, അത്രമാത്രം ആർഭാടത്തിൻ്റെ നടുവിലാണ് നമ്മുടെ ആത്മീയ അന്തരീക്ഷം ഇന്ന് നടക്കുന്നത്. നമ്മുടെ പെരുന്നാളുകളായാലും വിശുദ്ധ കുർബാനയായാലും വചന ശുശ്രൂഷയായാലും എല്ലാം എവിടെയാണ് നിൽക്കുന്നത്? ആർഭാടത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു വചന ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ എന്താണ് നോക്കുന്നത്? ഏതച്ഛനാണ് പ്രസംഗിക്കാൻ വരുന്നത് നിങ്ങൾ നോക്കും, ഇല്ലേ? ഏതച്ഛനാണ് പ്രസംഗിക്കാൻ വരുന്നത് നോക്കിയതിന് ശേഷമേ എന്തിലേക്ക് വരത്തുള്ളൂ? വചന ശുശ്രൂഷ കേൾക്കാൻ നിങ്ങൾ വരത്തുള്ളൂ. ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരാണ് വിശുദ്ധ കുർബാന ചൊല്ലുന്നത് നോക്കും. അതിനുശേഷം മാത്രമേ എവിടേക്ക് വരത്തുള്ളൂ? നിങ്ങളുടെ ദേവാലയത്തിലേക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ വേറൊരു പള്ളിയിൽ ഇന്നൊരച്ഛൻ നല്ല മനോഹരമായിട്ട് കുർബാന ചൊല്ലുന്നൊരു അച്ഛനുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എവിടെ പോവും? ആ പള്ളിയിലേക്ക് പോകും. സത്യമല്ലേ? നമ്മുടെ പള്ളിയിൽ ഒരു പെരുന്നാൾ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഇതിലും വലിയ പെരുന്നാൾ നമ്മുടെ ചുറ്റിനും ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എവിടേക്ക് പോകും? അപ്പുറത്തേക്ക് പോകും. ആർഭാടത്തിന് നടുവിലാണ് പ്രിയമുള്ളവരെ നമ്മുടെ ആത്മീയ അന്തരീക്ഷം ഇന്ന് ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതിൽ നിന്ന് മാറി ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ദൈവിക പരിപാലനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഇടയാകണം. നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നമുക്കങ്ങനെ പലതരം പ്രയാസങ്ങളുണ്ടാകുമ്പോഴും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് പ്രതിഫലം ലഭിക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ആ ദൈവിക പരിപാലനത്തിനാണ് നാം എല്ലാവരും ജീവിക്കുന്നതെന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഗലാത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പ്രകാരം പറയുന്നുണ്ട്: ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യനെ പ്രസാദിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് ദാസനായിരിക്കില്ല. ഇന്ന് ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ആർക്ക് ദാസനായിരിക്കില്ല? ക്രിസ്തുവിന് ദാസനായിരിക്കില്ല. നമ്മുടെ ജീവിത പരിസരങ്ങൾ ഇതുമായിട്ട് ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ തക്കവണ്ണം ആയി നമ്മുടെ ജീവിതം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മളിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ ആ ദൈവവചനത്തിൽ നമുക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കും. ആ ദൈവിക പരിപാലനത്തിൽ നമുക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, എന്ത് പ്രയാസങ്ങളുണ്ടായാലും എന്ത് പ്രതികൂലതകളുണ്ടായാലും ആ വിശ്വാസത്തിൽ നിന്ന് പോകുവാൻ തക്കവണ്ണം നമുക്കിടയാകരുത്. ദൈവവചനം ദിനം പ്രതി വായിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. വായിച്ചാൽ മാത്രം പോരാ, അത് പഠിക്കുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നമുക്കിടയാകണം. അത് പഠിച്ച് നമ്മുടെ ജീവിത അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചെങ്കിൽ മാത്രമേ അതിന് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായ അനുഗ്രഹം നൽകുവാൻ തക്കവണ്ണം ഇടയാകുകയുള്ളൂ. നമ്മുടെ പരിസരത്തുള്ള ധാരാളം ആളുകളുണ്ട്. നമ്മൾ ചില മനുഷ്യരെ മുൻവിധിയോടെ നോക്കുന്ന ആളുകളുണ്ട്. ചില മനുഷ്യരെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞ് തന്നെ ഒരു 10-ൽ ഇത്ര മാർക്ക് ഇടുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതരം ആളുകളുടെ നടുവിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ചില മനുഷ്യരെ സ്വകാര്യ സന്തോഷത്തിനായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ സുഖം, എൻ്റെ സന്തോഷം എന്ന് മാത്രം ജീവിക്കുന്ന പല ആളുകളുണ്ട്. രണ്ടാമതായത് ഈ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. മൂന്നാമത് ചില മനുഷ്യരുണ്ട്, ഒന്നും കാര്യമാക്കാതെ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ജീവിക്കുന്ന ചില മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട്. പക്ഷേ ക്രിസ്തുവിൽ വേരൂന്നി ക്രിസ്തുവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറച്ച് മനുഷ്യന് മാത്രമേ ഇവിടെയുള്ളൂ, നമ്മുടെ ചുറ്റിനുമുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ച് പോകരുത്. ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആ നിത്യജീവനെ അവകാശികളാക്കി തീർക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ ആ വചനത്തിൽ വേരൂന്നി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ നിത്യജീവനെ പ്രാപിക്കാൻ തക്കവണ്ണം ഇടയാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണല്ലോ ആ അധ്യായത്തിൽ തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, 46-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു: എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിക്കാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ വെളിച്ചത്തിൽ ഊന്നി നിന്നുകൊണ്ട് വേണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിത പരിസരങ്ങളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം. ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ടായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നത്: നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കായി തീരണം. നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശമായി തീരണം. പ്രിയമുള്ളവരെ, പോകുന്ന വഴികളിലെല്ലാം നമുക്ക് ധാരാളം പ്രയാസങ്ങളുണ്ടാകും, ധാരാളം പ്രതികൂലതകളുണ്ടാകും പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മൾ വചനത്തെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ആ ദൈവിക പരിപാലനത്തിൽ വിശ്വാസമുള്ളവരായി തീരുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നമുക്കിടയാകണം. എങ്കിൽ മാത്രമേ ആ ദൈവിക അന്തരീക്ഷത്തെ നിത്യജീവനെ പ്രാപിക്കാൻ തക്കവണ്ണം നമുക്കിടയാകുകയുള്ളൂ. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായം അവസാന അധ്യായങ്ങളിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ചില വേദഭാഗങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്.
അവിടെ എല്ലാവർക്കും നമുക്ക് പരിചിതമായ ഒരു വേദഭാഗമാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. എമൗസിലേക്കുള്ള 2 ശിഷ്യന്മാരുടെ യാത്രയാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ആ വേദഭാഗവും അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവൻ ആവോളം പറഞ്ഞത് അവൻ മരിച്ച് ഉദ്ധാനം ചെയ്യും എന്നുള്ള കാര്യം അവൻ്റെ പരസ്യ ശുശ്രൂഷയെ ധാരാളമായിട്ട് പറഞ്ഞു. അത് വിശ്വസിക്കാതെ, അത് ഹൃദയത്തിൽ ഏറ്റാതെ എമൗസിലേക്ക് നടന്നുപോയ 2 ശിഷ്യന്മാരുടെ കാര്യമാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. അവർക്ക് പക്ഷേ സന്തത സഹചാരിയായിട്ട് ഒരാൾ കൂടെ അവരുടെ കൂടെ നടക്കുന്നു. അതാരായിരുന്നു? യേശു തന്നെ അവരുടെ കൂടെ നടക്കുന്ന ഒരു വേദഭാഗം കൂടെ അധ്യായമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ ക്രിസ്തുവിൻ്റെ കൂടെ ആ 2 പേര് നടക്കുകയും അവർ ധാരാളം കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്ന് അവിടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അവർ സഞ്ചരിക്കുന്ന നാഴികയിലെല്ലാം, അവർ സഞ്ചരിക്കുമ്പോഴെല്ലാം ക്രിസ്തുവുമായിട്ട് സംസാരിക്കുന്ന ചില വേദഭാഗങ്ങളാണ് അവിടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, അവർ അപ്പം നുറുക്കുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ എന്ത് തുറന്നു എന്നാണ് പറയുന്നത്? അവർ ഉൾക്കണ്ണുകൾ തുറന്നു എന്നാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. പക്ഷേ ഏറെ മനോഹരമായ ഒരു വേദഭാഗം അതിന് പിന്നാലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു അവരിൽ നിന്ന് പിൻവാങ്ങിയതിന് ശേഷം ഈ 2 ശിഷ്യന്മാർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതിലൊരു ശിഷ്യൻ മറ്റേ ശിഷ്യനോട് പറയുന്നു, അവൻ തിരുവചനത്തെ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? അവൻ തിരുവചനത്തെ ധ്യാനിച്ച് തന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഒരു വചനം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, എത്ര പേരുടെ ഹൃദയം കത്തി ജ്വലിക്കാറുണ്ട്? ഒരു വേദപുസ്തകത്തിലെ ഏതെങ്കിലും അധ്യായം വായിക്കുമ്പോൾ, ഒരു വാക്യം വായിക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ ഹൃദയം കത്തി ജ്വലിക്കാറുണ്ട്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്. അവിടെ അർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ്: കത്തി ജ്വലിക്കുക എന്ന് പറയുന്നത് പഴയത് കത്തി ചാരമായി പുതിയതിനെ ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം അവർക്കിടയായി എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ആ ശിഷ്യന്മാർ എമൗസിലേക്കുള്ള യാത്ര മതിയാക്കി തിരിച്ച് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരു വചന ശുശ്രൂഷയെ നമ്മൾ സംബന്ധിക്കുമ്പോൾ, വചന ശുശ്രൂഷയെ നമ്മൾ പങ്കാളികളായി തീരുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം കത്തി ജ്വലിച്ചുകൊണ്ട് രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ആ വചന ശുശ്രൂഷയിൽ നിന്ന് ആവിർഭവിച്ച അനുഗ്രഹങ്ങളെ, ആ വചന ശുശ്രൂഷയിൽ നിന്ന് ആവിർഭവിക്കുന്ന ആ പ്രശസ്ത ഭാഗങ്ങളെയെല്ലാം നമ്മുടെ ഹൃദയങ്ങളെ തുറപ്പിക്കുന്നതായിരിക്കണം. പ്രിയമുള്ളവരെ, ഹൃദയത്തെ കത്തി ജ്വലിപ്പിക്കുന്നതായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഇവിടെ ഓർപ്പിക്കുകയാണ്. ആ ദൈവവചനത്തിൽ, ആ ദൈവിക പരിപാലനത്തിൽ ജീവിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം. വീണ്ടും ഒരു മനോഹരമായൊരു കഥയുണ്ട്. ഒരു കൊട്ടാരത്തിൽ വന്നു ചേരുന്ന എല്ലാവർക്കും ധാരാളമായിട്ട്, അതായത് ആദ്യം എത്തുന്ന ആൾക്ക് അവിടുത്തെ രാജാവ് എന്ത് ചോദിച്ചാലും നൽകുമെന്നുള്ള ഒരു പ്രതിജ്ഞ ആ കൊട്ടാരത്തിലെ രാജാവ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് കേട്ട് ഒരു മനുഷ്യൻ, ഒരു സന്യാസിയായ മനുഷ്യൻ ഈ രാജാവിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുകയാണ്. ഈ മനുഷ്യൻ്റെ കയ്യിൽ ഒരു പാത്രം കൂടെയുണ്ട്. അങ്ങനെ ഈ മനുഷ്യൻ ഈ രാജാവിനോട് ചോദിക്കുന്നു, നീ എന്ത് ചോദിച്ചാലും എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മറുപടിയായിട്ട് പറയുന്നുണ്ട്, എന്ത് ചോദിച്ചാലും നിനക്കാവുന്നത് വരെ തരാമെന്ന മറുപടിയായിട്ട് രാജാവ് കൽപ്പിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ രാജാവിനോട് പറയുകയാണ്, എൻ്റെ കയ്യിലൊരു പാത്രമുണ്ട്, ഈ പാത്രത്തിൽ നിറച്ച് സ്വർണ്ണ നാണയം തരണമെന്ന് ഈ മനുഷ്യൻ ആരോട് പറഞ്ഞു? ഈ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ രാജാവും ആദ്യം കൈകൊണ്ട് കുറച്ച് സ്വർണ്ണ നാണയം ഇട്ടുകൊടുത്തു. ഭൃത്യന്മാരും ഭടന്മാരും എല്ലാവരും കൂടെ കുറച്ച് സ്വർണ്ണ നാണയം ഈ പാത്രത്തിൽ ഇട്ടുകൊടുത്തു. അപ്പോൾ ഈ രാജാവ് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, എത്ര സ്വർണ്ണം ഇട്ടിട്ടും ഈ പാത്രം നിറയാത്തത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ ഒരു മറുപടി പറയുന്നുണ്ട്, ഞാൻ വരുന്ന വഴിക്ക് ഒരു ശ്മശാനത്തിലൂടെയാണ് കടന്നു വന്നത്. അവിടെ നിന്ന് കിട്ടിയ 2 തലയോട്ടി കൊണ്ടാണ് ഞാൻ ഈ പാത്രം ഉണ്ടാക്കിയതെന്ന് ആരോട് പറഞ്ഞു? മനുഷ്യൻ്റെ 2 തലയോട്ടി കൊണ്ടാണ് ഈ പാത്രം ഉണ്ടാക്കിയതെന്ന് ആരോട് പറഞ്ഞു? രാജാവിനോട് പറഞ്ഞു. അപ്പോൾ രാജാവിന് മനസ്സിലായി, മനുഷ്യൻ്റെ തലയോട്ടി കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് എത്ര കിട്ടിയാലും എന്താവത്തില്ല, മതിയാവത്തില്ല എന്നാര് പറഞ്ഞു? ഈ രാജാവ് പറഞ്ഞു. ഇത് ഒരു ഫാൻറ്റസി കഥ പോലെ നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ ജീവിത പരിസരവുമായിട്ട് ഇതിന് വളരെയേറെ ബന്ധമുണ്ട്. പ്രിയമുള്ളവരെ, ചില കാര്യങ്ങൾ നമുക്ക് എത്ര കിട്ടിയാലും മതി വരത്തില്ല. നമുക്ക് മതി വരത്തില്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിൽ നമുക്ക് ദിവസം 10 ലക്ഷം രൂപ വെച്ച് തരാമെന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് മതിയാവുമോ? ഇല്ല. ദിവസം ഇത്രമാത്രം പൈസ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ എന്ന് വിടാമെന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് മതിയാവും? ഒരു ദിവസം ഒന്ന് മുടങ്ങിപ്പോട്ടെ, അപ്പം നമുക്ക് ആ വിഷമവും ദേഷ്യമൊക്കെ വരും. എത്ര കിട്ടിയാലും മതി വരാത്തവരുടെ ഇടയിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. നമുക്കുള്ള സൗഭാഗ്യങ്ങൾ കൊണ്ട്, നമുക്കുള്ള സമ്പത്ത് കൊണ്ട്, നമുക്കുള്ള ജീവിത പരിസരങ്ങളിൽ നമുക്ക് ജീവിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം.
നമ്മുടെ മുൻകാലത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള മുന്നേ ജീവിച്ചിരുന്ന ആളുകളുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. അത്തരത്തിലുള്ള ചില ആളുകൾ മാത്രമേ ഇന്ന് ഈ വർത്തമാനകാലത്ത് നമുക്കുള്ളൂ. ചില മനുഷ്യർ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരു 15,000 രൂപ മാത്രമാണ് ശമ്പളം ലഭിക്കുന്നതെങ്കിൽ അതിൽ സംതൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആളുകളുടെ മനസ്സിലെന്താണ്? നമുക്ക് എങ്ങനെ ജീവിക്കണം? ധാരാളം പണത്തിൻ്റെ സമൃദ്ധിയിൽ ജീവിക്കണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും നമ്മളെ അതിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ഇന്നത്തെ സോഷ്യൽ മീഡിയയ്ക്കും ഇന്നത്തെ മീഡിയകൾക്കും ഒക്കെ വലിയൊരു പങ്കുണ്ട്. നമ്മളെപ്പോൾ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ എടുത്ത് നോക്കിയാലും തന്നെ അഡ്വർടൈസ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ കൂടുതൽ. ഇപ്പം തൊട്ടടുത്ത വീട്ടിലെ അമ്മാമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അമ്മാമ്മയുടെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ മതി. ആരെക്കുറിച്ച് അറിയാൻ പറ്റും? അമ്മാമ്മയെക്കുറിച്ച് അറിയാം, അമ്മാമ്മയുടെ കുടുംബത്തെക്കുറിച്ച് മുഴുവനും അറിയാം. ഇന്ന് സ്വന്തമായിട്ട് അഡ്വർടൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതിന് മീഡിയ വലിയൊരു പ്രധാന പങ്കും അതിനകത്ത് വഹിക്കുന്നുണ്ട്. ഇന്ന് മീഡിയയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സൈബർ ലോകത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ഏത് ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലും ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാലും നമ്മൾ ആദ്യം എന്താണ് വരുന്നത്? ചിലർ ബക്കറ്റ് ലിസ്റ്റ് പൂർത്തീകരിക്കുന്ന വെപ്രാളത്തിലാണ് എല്ലാവരും. ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ ആദ്യം വരുന്നത് ഫിൻലാൻഡിലേക്കുള്ള യാത്രയിൽ അമ്മാമ, ഫിൻലാൻഡിലെ തണുപ്പ്, അല്ലെങ്കിൽ ഫിൻലാൻഡിലെ ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കാം, അല്ലെങ്കിൽ ന്യൂസിലൻഡിലെ ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കാം, അല്ലെങ്കിൽ മൂന്നാറിലേക്ക് എങ്ങനെ യാത്ര പോകാം, എത്ര ചുരുങ്ങിയ ചിലവിൽ യാത്ര പോകാം. ഇതൊക്കെയാണ് നമ്മളെ ഭരിക്കുന്നത്. ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നല്ല കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളെ കൂടുതലും ഭരിക്കുന്നത് ഏതാണ്? മറ്റുള്ളവർ ആർഭാടമായിട്ട് ജീവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോലും നമുക്ക് നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സ് ഇതിലേക്ക് പോകും. അവരുടെ ഒപ്പം അല്ലെങ്കിൽ അവരെക്കാൾ കുറച്ച് മുൻപന്തിയിൽ ജീവിക്കാൻ തക്കവണ്ണം നമ്മളെല്ലാവരും ആഗ്രഹിക്കും. അങ്ങനെ ഒരു ലോകത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴും ചില മനുഷ്യരുണ്ട് ആ ദൈവിക പരിപാലനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റിനുമുള്ള എത്രയെത്രയോ ജീവിത അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ വയനാടിൻ്റെ തന്നെ ആ നടന്ന ദുരിതം നിങ്ങളെടുത്ത് നോക്കിയാൽ അറിയാം. അത് പേര് ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആ പ്രിയപ്പെട്ട ആ യുവതിയുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രയാസങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷെ അവസാനം വരെയും ആ ദൈവികമായ പരിപാലനത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് ഇന്ന് കൃത്യമായി ഒരു അനുഗ്രഹപരമായൊരു ജീവിതത്തിലാണ് പെൺകുട്ടി വന്ന് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനൊരു പ്രയാസം നമുക്കുണ്ടായാൽ നമ്മളെപ്പോഴേ തളർന്നു പോകും. വലിയൊരു ദുരിതത്തിൽ നിന്ന് കയറി വന്ന ആ പെൺകുട്ടി വീണ്ടും വലിയൊരു ദുരന്തത്തെ വീണ്ടും ആവിർഭവിക്കുകയാണ്. അതിനുശേഷം ശരീരം മുഴുവൻ തളർന്നു പോയ സമയത്ത് തന്നോട് ചേർന്ന് നിന്നൊരു മനുഷ്യൻ പെട്ടെന്ന് അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത്രമാത്രം അടിക്കടിക്ക് പ്രയാസങ്ങളുണ്ടായിട്ടും ഒരുപക്ഷെ അവിടെ മനസ്സിന് ദൃഢനിശ്ചയം അല്ലെങ്കിൽ ദൈവം പരിപാലിക്കുമെന്നുള്ളൊരു ഒരു സന്തോഷത്തിൽ നിന്നുകൊണ്ട്, ആ ധൈര്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ അനുഗ്രഹമായ ഒരു ജീവിതത്തിലാണ് പെൺകുട്ടി വന്ന് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, അത്രമാത്രം ദൈവിക പരിപാലനത്തിൽ വിശ്വാസമുള്ളവരാണോ നമ്മളൊക്കെ? അടിക്കടിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ എത്രയോ പ്രാവശ്യം നമ്മൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അടിക്കടിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകാൻ മടി കാണിക്കുന്ന എത്ര പേര് നമ്മുടെ ചുറ്റിലുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അടുത്ത ഞായറാഴ്ച ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കും, ദൈവമേ ഇത്രമാത്രം നിന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ഇത്രമാത്രം ആത്മീയ അന്തരീക്ഷം എനിക്കുണ്ടായിട്ടും എന്തിന് ദൈവമേ നീ എനിക്ക് എത്രമാത്രം പ്രയാസങ്ങൾ തന്നു? അപ്പോഴും നാം ദൈവത്തെ തള്ളിപ്പറയും. പ്രിയമുള്ളവരെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്രമാത്രം തള്ളിപ്പറഞ്ഞാലും ആ ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരും. നാം എത്രമാത്രം തള്ളിപ്പറഞ്ഞാലും ആ ദൈവിക അന്തരീക്ഷം, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രിയമുള്ളവരെ നമ്മിലേക്ക് തന്നെ വരും. നാം എത്രമാത്രം തള്ളിപ്പറഞ്ഞ് ആട്ടിപ്പായിച്ചാലും പ്രിയമുള്ളവരെ ആ ദൈവസ്നേഹത്തിന്, ക്രിസ്തു സ്നേഹത്തിന് നമ്മളിൽ നിന്ന് പോകുവാനായിട്ട് ഇടയാകില്ല. പ്രിയമുള്ളവരെ, പഴയ നിയമ പുസ്തകവും പുതിയ നിയമ പുസ്തകവും നിങ്ങൾ തുടക്കം മുതൽ വായിച്ചു നോക്ക്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എത്ര പ്രയാസങ്ങളുണ്ടാകും. പക്ഷെ അവർ അവസാനത്തോളം കൂടെ അവസാനം വരെ ആരെ പിടിച്ചു നിന്നു? അവർ ക്രിസ്തുവിൻ്റെ കയ്യിൽ തന്നെ പിടിച്ചു നിന്നു. ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ തന്നെ പിടിച്ചു നിന്നു. അവർ മനസ്സും അവരുടെ കുടുംബവും അവരുടെ പരിസരങ്ങളുമെല്ലാം ക്രിസ്തുവിൽ തന്നെ ഉറച്ചു നിന്നതുകൊണ്ട് അവർക്ക് നല്ല അനുഗ്രഹങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ, നമ്മുടെ വചന ശുശ്രൂഷയിലും നമ്മുടെ ജീവിത വഴികളിലുമെല്ലാം അവരെ ഉദ്ധരിച്ചുകൊണ്ടല്ലാതെ നമുക്കൊരു വചന ശുശ്രൂഷ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല.
ഒരു ആത്മീയ അന്തരീക്ഷം അവസാനിപ്പിക്കാൻ തക്കവണ്ണം അവരുടെ പേരുകൾ പറയാതെ നമുക്ക് സാധിക്കുകയില്ല. കാരണം അവരെല്ലാവരും ജീവിത പ്രയാസങ്ങളെ തരണം ചെയ്തത് ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ ആണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അത്രമാത്രം ക്രിസ്തു വിശ്വാസത്തിൽ, ക്രിസ്തു പരിപാലനത്തിൽ ഉറച്ച വിശ്വാസമുള്ള ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം, ആകുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കേവലം വാക്കുകൾ കൊണ്ട് മാത്രം നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നതല്ല പ്രിയമുള്ളവരെ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. നമ്മുടെ ഉൾഹൃദയങ്ങളെ കൊണ്ട്, നമ്മുടെ ഉൾ മനസ്സുകൾ കൊണ്ട് പൂർണ്ണതയോടുകൂടെ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഇടയാകണം. എങ്കിൽ മാത്രമേ ആ ദൈവീക അന്തരീക്ഷത്തെ തിരിച്ച് നമ്മുടെ ജീവിത പരിസരങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുകയുള്ളൂ. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട് പ്രിയമുള്ളവരെ. എന്നിട്ടും അതൊന്നും നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാതെ, നമ്മുടെ ജീവിത പരിസരങ്ങളെ സ്പർശിക്കാതെ മാഞ്ഞു പോകുന്നു എന്നുള്ളത് വളരെ വിഷമമേറിയ സംഗതിയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എന്ത് മനോഹരമായ കാഴ്ചയാണ്! ഈ ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്രയായി സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്! അവിടെ പരീശന്മാർ തമ്മിൽ പറയുന്നൊരു വാക്യമാണ് ഇപ്രകാരം. അതിനുശേഷം വരുന്ന വാക്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 19-ാമത്തെ വാക്യത്തിന് ശേഷം വരുന്ന ആ 12-ാം അധ്യായം അവസാനിക്കുന്ന വരെയുള്ള വാക്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ധാരാളമായിട്ട് വെളിച്ചം വീശുന്ന സംഗതികളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ തമ്മിൽ ഇപ്രകാരം പറഞ്ഞു: ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ആ മനോഹരമായ ആ ദിവസത്തിലേക്ക് ഈ ലോകത്തിലെ എല്ലാവരും, സന്തത സഹചാരികളെല്ലാം, നമുക്ക് ചുറ്റിനുമുള്ള എല്ലാവരും ആ ദൈവീകരണത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം പ്രിയമുള്ളവരെ. അതിന് നമുക്ക് എളുപ്പം സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതിന് പ്രധാനമായിട്ട് വേണ്ടത് ദൈവികമായ വചനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിത പരിസരങ്ങളെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം. രണ്ടാമതായിട്ട് ആ ദൈവിക പരിപാലനത്തെ ഉറച്ചു വിശ്വസിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം പ്രിയമുള്ളവരെ. നമ്മളെ പല കാര്യങ്ങളും വന്ന് അലട്ടും, പല കാര്യങ്ങളും, ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും നമ്മളെ വന്ന് അലട്ടും. പക്ഷേ ആ കാര്യങ്ങളിലൊന്നും നമ്മുടെ ജീവിതത്തെ അല്പം പോലും വേദനിപ്പിക്കാതെ, മുറിവേൽപ്പിക്കാതെ ദൈവിക വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ തക്കവണ്ണം ഇടയാകണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഭൂരിഭാഗ സമയത്തും ഭൂരിഭാഗം ഇടങ്ങളിലും നിത്യജീവനെക്കുറിച്ച് തന്നെയാണ് പരാമർശിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മൾ സമ്പാദിക്കുന്നതൊന്നും നിത്യജീവന് വേണ്ടി വരികയില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ സമ്പാദിക്കേണ്ടതെല്ലാം സ്വർഗത്തിൽ നിക്ഷേപമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, സ്വർഗത്തിലേക്കുള്ള നിക്ഷേപമായി മാറണമെന്നുണ്ടെങ്കിൽ ആ ദൈവവചനത്തിൽ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ദൈവവചനത്തിലും ആ ദൈവിക പരിപാലനത്തിലും ഉറച്ചു വിശ്വസിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഇപ്പോൾ നമ്മൾ എൽദോ കാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചകൾക്കും വളരെയേറെ പ്രത്യേകതയുണ്ട്. എല്ലാ ഞായറാഴ്ചകളും പ്രത്യേകതകളുണ്ട്. ആ 25 ദിവസത്തെ ആ മനോഹരമായ യാത്രയിൽ 25-ാമത്തെ ദിവസത്തിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെ സ്വീകരിക്കാൻ തക്കവണ്ണമാണ് നമ്മളെല്ലാവരും ഇടയാകുന്നത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, നോമ്പായാലും പ്രാർത്ഥനയായാലും ഉപവാസമായാലും അവിടെ പോലും നമ്മൾ ദൈവത്തെ കബളിപ്പിക്കുന്നവരാണ്. നോമ്പായാലും പ്രാർത്ഥനയായാലും ഉപവാസമായാലും അവിടെ പോലും നമ്മൾ ദൈവത്തെ കബളിപ്പിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റിനുമുള്ളത്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കൊന്നും പോകണമെന്നില്ല. നമ്മുടെ മാത്രം ജീവിതം പരിശോധിച്ച് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഒരു നോമ്പ് എടുക്കണമെന്ന് ആഗ്രഹിച്ച്, ഒരു 50 ദിവസത്തെ നോമ്പ് എടുക്കണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾക്ക് അപ്പോൾ തന്നെ ഒരു മനസ്സിലൊരു ഇതുണ്ടാകും, എന്ത് 50 ദിവസം വേണ്ട, 25 ദിവസം നോമ്പ് നോറ്റാൽ പോരായോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. ഇപ്പം വർത്തമാന കാലത്ത് നോമ്പിന് വലിയ പ്രസക്തി ഇല്ലാതായി പോവുകയാണ്. ഉപവാസത്തിന് പ്രസക്തിയില്ല, ആത്മീയ അന്തരീക്ഷത്തിന് ഒന്നും പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞതുപോലെ ആർഭാടത്തിന് നടുവിൽ എങ്ങനെ ആർഭാടമായിട്ട് നോമ്പിനെയും ഉപവാസത്തെയും പെരുന്നാളിനെയും കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുമെന്നുണ്ട്, എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആ ചിന്തയാണ് പ്രിയമുള്ളവരെ നമുക്ക് മാറേണ്ടത്. നമ്മളൊരു ദൈവികമായ അനുഭവത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ മനസ്സിനെ അതിൽ നിന്ന് പിൻവലിക്കുന്ന ധാരാളം കാര്യങ്ങൾ അപ്പോൾ തന്നെ ഉണ്ടാകും. പക്ഷെ അതിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ആ ദൈവികമായ വചനത്തിൽ നിന്നുകൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ അനുഭവം പ്രിയമുള്ളവരെ നമ്മൾ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ആ അന്തരീക്ഷം നമ്മുടെ കുടുംബ പരിസരങ്ങളിൽ ഉണ്ടാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്,
ഭാര്യ ഭർത്താക്കന്മാരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു കുടുംബത്തിലായിരിക്കും നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന നൽവരങ്ങളുടെ പ്രതിഫലമെല്ലാം മറ്റുള്ളവരും അനുഭവിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. എൻ്റെ അപ്പൻ സമ്പാദിക്കുന്നതോ എൻ്റെ അമ്മ സമ്പാദിക്കുന്നതായിട്ടുള്ള വസ്തുവകകളിലല്ല പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. എൻ്റെ അപ്പനും അമ്മയും എത്രമാത്രം ആത്മീയ അന്തരീക്ഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതാണ് പ്രിയമുള്ളവരെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ആത്മീയമായ നല്ല അന്തരീക്ഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം. അവരെ ദൈവവചനം പഠിപ്പിക്കണം. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം നമ്മൾ അവരെ പഠിപ്പിക്കണം. എവിടെ പോയാലും ദൈവിക പരിപാലനത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം വസിക്കുന്നതെന്നുള്ളൊരു ബോധ്യം പ്രിയമുള്ളവരെ നമുക്ക് അവർക്ക് കൊടുക്കാൻ തക്കവണ്ണം ഉണ്ടാകണം. സ്വാമി വിവേകാനന്ദൻ്റെ മനോഹരമായ ഒരു കോട്ടുണ്ട്. പ്രകാരമാണ് അദ്ദേഹം പറയുന്നത്, ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട പ്രധാനപ്പെട്ട 6 കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവിടെ പ്രത്യേകമായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. ആദ്യത്തെ 5 കാര്യങ്ങളെക്കുറിച്ച് വിസ്തരിക്കുവാനും അതിനെക്കുറിച്ച് ദീർഘമായിട്ട് ചർച്ച ചെയ്യാൻ നമുക്കിപ്പോൾ സമയമില്ല. അതിൻ്റെ അവസാനം ഇങ്ങനെയാണ് പറയുന്നത്, മരണത്തിന് മുമ്പ് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. മരണത്തിന് മുമ്പ് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. മനോഹരമായ നോവലുണ്ട്, മനുഷ്യരുടെ ആമുഖം എന്ന് പറയുന്ന നോവലിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നാം അനുഭവിക്കാത്ത ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നാം അനുഭവിക്കാത്ത ജീവിത കഥകളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. നാം അനുഭവിക്കാത്ത ജീവിത കഥകളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ നമ്മുടെ ദുഃഖമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഞാൻ ആമുഖത്തിൽ അത് തന്നെയാണല്ലോ പറഞ്ഞത്. എൻ്റേത് 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 എന്ന് മാത്രം പറഞ്ഞ് ജീവിക്കുന്ന ഇടയിലേക്കാണ് ഇത്രമാത്രം പ്രസക്തിയുള്ളൊരു വാക്കുകൾ വരുന്നത്. മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ സ്വന്തം പ്രയാസമാക്കി ജീവിക്കാൻ തക്കവണ്ണം ആർക്ക് സാധിക്കണം? നമുക്കെല്ലാവർക്കും സാധിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, മരണത്തിന് മുമ്പ് ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. എങ്ങനെ ജീവിക്കണം? നിത്യജീവനിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, നിത്യജീവനാകുന്ന നിത്യവചനത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, ദൈവിക പരിപാലനത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നമുക്കിടയാകണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം മുഴുവനായിട്ട് വായിക്കുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നമുക്കിടയാകണം. ഇന്ന് ഭവനത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഭവനത്തിലിരിക്കുന്നവർ, കേൾക്കുന്നവർ അധ്യായം മുഴുവനായിട്ട് വായിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അവിടെ ധാരാളമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ വെളിച്ചമാകുന്നു, ക്രിസ്തു തന്നെ വെളിച്ചമാകുന്നുവെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. മനുഷ്യനിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ ആശ്രയിക്കാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നമുക്കിടയാകണം. ആ നിത്യജീവനെ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശ്വസിക്കുകയാണ്. ലോകത്തിൻ്റെ വഴികൾ കൂടെ സഞ്ചരിക്കാതെ ലോകം അവൻ്റെ പിന്നാലെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും ഒക്കെ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 2ാമത്തെ പ്രാവശ്യമാണ് ഈ ദേവാലയത്തിലേക്ക് വചന ശുശ്രൂഷയ്ക്കായിട്ട് വന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ദേവാലയത്തിലേക്ക് വീണ്ടും കടന്നു വരാൻ തക്കവണ്ണം ഇടയായത്. ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾ ധാരാളമാണ് എന്ന് പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായിട്ട് വേണ്ടത് ഇതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവരുടെ പേരുകൾ കൂടെ ഉൾപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഈ ധ്യാന വിഷയത്തിൽ നമ്മൾ ധാരാളം പറഞ്ഞതും അതുതന്നെയാണ്. എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ ചുറ്റിനുമുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചാൽ ആ മനോഹരമായ കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ലോകം അവൻ്റെ പിന്നാലെ പോകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പരീശന്മാർ കുറച്ച് അസൂയോടുകൂടിയാണ് ഇവിടെ പറയുന്നത്, ഈ ലോകം അവൻ്റെ പിന്നാലെ പോയല്ലോ, അവൻ്റെ അത്ഭുതങ്ങൾ കണ്ട് പിന്നാലെ പോയല്ലോ എന്ന് അവിടെ പരീശന്മാർ ചില അസൂയോടുകൂടിയാണ് പറയുന്നത്. പക്ഷേ നമുക്കിങ്ങനെ പറയാൻ സാധിക്കണം, അവൻ്റെ അത്ഭുതങ്ങളെ കണ്ടിട്ടല്ല പ്രിയമുള്ളവരെ ഞങ്ങൾ അവൻ്റെ പിന്നാലെ പോകുന്നത്. ഈ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടും ആ ദൈവിക പരിപാലനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടും അതിലൂടെ നടന്ന് ആ നിത്യജീവനെ പ്രാപിക്കാൻ തക്കവണ്ണമാണ് ഞങ്ങൾ ആരുടെ പിന്നാലെ നടക്കുന്നത്? ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കുന്നത് എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. അങ്ങനെ അനുഗ്രഹപ്രദമായ ഒരു ജീവിത അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഈ വചന ശുശ്രൂഷകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച പരിമല സെമിനാരി മാനേജറിനുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.